നമസ്കാരം. നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് കോടതി വിമർശിച്ചത് അടുത്തിടെയാണ്. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ആ കേസിൽ കുറ്റവിമുക്തനായെങ്കിലും ലഹരി ഉപയോഗം സംബന്ധിച്ച വിവാദങ്ങൾ നടനെ വിട്ടൊഴിയുന്നില്ല. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് ഷൈനെ കുറിച്ചാണെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് പോലീസിനെ കണ്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് നടൻ രക്ഷപ്പെട്ട വാർത്തയും പുറത്തുവരുന്നത്. താമസിച്ചിരുന്ന ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ എന്തിനാണ് നടൻ പിൻവശത്തെ ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ടത്? അതും മൂന്നാം നിലയിൽ നിന്ന് അതിസാഹസികമായി. മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടില്ല എങ്കിലും ഇക്കാര്യം അന്വേഷിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. ലഹരി മരുന്ന് പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തേക്കും. നോട്ടീസ് നൽകി വൈകാതെ ഷൈൻ ടോം ചാക്കോയോട് ഹാജരാകാൻ നിർദ്ദേശിക്കുമെന്നാണ് സൂചന. അതേസമയം ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ ലഹരി വസ്തുക്കളോ കണ്ടെത്താത്ത സാഹചര്യത്തിൽ കേസെടുക്കാനുള്ള വകുപ്പുകൾ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചിയിലെ PGS വേദാന്തയിൽ നടന്ന മിന്നൽ പരിശോധനയ്ക്കിടെയായിരുന്നു സിനിമയെ വെല്ലുന്ന സാഹസിക രംഗങ്ങൾ അരങ്ങേറിയത്. മൂന്നാമത്തെ നിലയിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടുന്നത്. നടൻ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവത്തിന് ശേഷം ഷൈൻ ടോം ചാക്കോ ഒളിവിലാണെന്നാണ് വിവരം. സമയം രാത്രി 10:30. കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിക്കുന്നു. തൊട്ടുപിന്നാലെ ഡാൻസ് ഓഫ് സംഘം PGS വേദാന്ത ഹോട്ടലിലേക്ക്. ആ സമയം ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നത് ഹോട്ടലിലെ മൂന്നാം നിലയിലെ 314 നമ്പർ മുറിയിൽ. ഡാൻസ് ഓഫ് സംഘം എത്തിയ വിവരം അറിഞ്ഞ ഷൈൻ രക്ഷപ്പെടാൻ നടത്തിയത് സിനിമയെ വെല്ലുന്ന സാഹസികതയാണ്. മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ആദ്യം പുറത്തേക്ക് ചാടി. വന്നു പതിച്ചത് രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിൽ. ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി. അവിടെ നിന്ന് നേരെ രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. നീന്തിക്കയറി സ്റ്റെയർ കേസ് വഴി ഹോട്ടലിന് പുറത്തേക്ക്. ഷൈൻ മാത്രമല്ല ആ സമയം 314 നമ്പർ മുറിയിലുണ്ടായിരുന്നത്. മറ്റ് 2 പേർ കൂടി ഒപ്പമുണ്ടായിരുന്നു. ജനൽ വഴി ഷൈൻ പുറത്തേക്ക് ചാടി ഓടിയതോടെ ഒരാൾ മുൻവാതിൽ വഴി കടന്നു കളഞ്ഞു. മുറിയിലുണ്ടായിരുന്ന മൂന്നാമനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മുറിയിൽ നടത്തിയ പരിശോധനയിൽ പക്ഷേ ഡാൻസ് ഓഫ് സംഘത്തിന് ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ന്യൂസ് 18 കൊച്ചി. അതിസാഹസികമായ രക്ഷപ്പെടലാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയത്. ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ജനാല വഴി പുറത്തേക്ക് ചാടുക, ഷീറ്റുമേഞ്ഞ മേൽക്കൂരയിൽ നിന്ന് പിന്നീട് സ്വിമ്മിംഗ് പൂളിൽ ചാടി അവിടെ നിന്ന് രണ്ടാം നിലയിലെ സ്റ്റെയർ കേസ് വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക. ഹോട്ടലിൽ നിന്നും ഷൈൻ രക്ഷപ്പെട്ട മാർഗം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം താൻ ഓടി രക്ഷപ്പെട്ടെന്ന വാർത്ത നൽകിയ മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. തികച്ചും നാടകീയമായ രംഗങ്ങളായിരുന്നു PGS വേദാന്ത ഹോട്ടലിൽ നടന്നത്. ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോയെ പിടികൂടാൻ ഹോട്ടലിലേക്ക് എത്തുന്നു. മൂന്നാമത്തെ നിലയിൽ 317 നമ്പർ മുറിയിലായിരുന്നു ഷൈൻ ടോം ചാക്കോയും 2 സുഹൃത്തുക്കളും. ഈ സംഘം എത്തുന്നത് അറിഞ്ഞ് ഷൈൻ ടോം ചാക്കോ ഈ മൂന്നാമത്തെ നിലയിലെ തൻ്റെ റൂമിലെ മൂന്നാമത്തെ നിലയിലെ ബാൽക്കണി വഴി താഴേക്ക് രണ്ടാമത്തെ നിലയിലേക്ക് ചാടുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. ഈ ഷീറ്റിലേക്കാണ് ഷൈൻ ടോം ചാക്കോ ആദ്യം ചാടിയത്. ആ വീഴ്ചയിൽ ആ ഷീറ്റിൽ ചെറിയ പൊട്ടലുണ്ടാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും.
അതിനുശേഷം നേരെ രണ്ടാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് സ്റ്റെയർ കേസ് വഴി താഴേക്ക് എത്തിയ ഷൈൻ ടോം ചാക്കോ റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായി ഷൈൻ ടോം ചാക്കോയെ തിരഞ്ഞുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി തന്നെ ഷൈൻ ടോം ചാക്കോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി കൈവശം വയ്ക്കുന്നുണ്ട് എന്ന പല പരാതികളും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഷൈൻ ടോം ചാക്കോയെ പിടികൂടുന്നതിനു വേണ്ടി രാത്രിയോടുകൂടി ഈ ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തത്. രണ്ട് കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. ഒന്നെങ്കിൽ ഷൈൻ ടോം ചാക്കോ രാത്രി ലഹരി ഉപയോഗിച്ചിരുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു. ഈ രണ്ട് സാധ്യതയാണ് പോലീസ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയായിരിക്കണം സംഘത്തെ കണ്ടതോടുകൂടി ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടതെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. എന്തായാലും വിശദമായി ഷൈൻ ടോം ചാക്കോയെ പിടികൂടി ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിവായിട്ടില്ല. അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടില്ല. അറിയില്ല അതിനെക്കുറിച്ചൊക്കെ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോയാണ്. നടനെതിരെ വിൻസി അലോഷ്യസ് ആഭ്യന്തര പരാതി പരിഹാര സമിതിക്കും ഫിലിം ചേംബറിന് പരാതി നൽകി. ലൈംഗിക ചുവയോടെ നടൻ സംസാരിച്ചുവെന്നും സെറ്റിലെ ലഹരി ഉപയോഗം പലർക്കും അറിയാമായിരുന്നുവെന്നും ഈ പരാതിയിലുണ്ട്. എന്നാൽ ഷൈൻ ടോമിന്റെ പേര് പുറത്തുവിട്ടതിൽ ഫിലിം ചേംബറിനെതിരെ വിൻസി അലോഷ്യസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഷൈൻ ടോമിനെതിരെ പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനില്ല എന്നും വിൻസി ന്യൂസ് 18 പറഞ്ഞു. അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ, പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വിൻസി അലോഷ്യസ് ദുരനുഭവം തുറന്നു പറഞ്ഞത്. ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്നും സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്നതെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ ആ നടൻ ആരെന്ന് വിൻസി പറഞ്ഞിരുന്നില്ല. ആഭ്യന്തര പരാതി പരിഹാര സമിതിക്കും നൽകിയ പരാതിയിലാണ് മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് വിൻസി വെളിപ്പെടുത്തിയത്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ഷൈനിന്റെ മോശം പെരുമാറ്റം. സെറ്റിൽ വെച്ച് ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചു. വസ്ത്രം ശരിയാക്കാൻ റൂമിലേക്ക് പോയപ്പോൾ പുറകെ വന്നു. ഇക്കാര്യത്തിൽ തന്നോട് ക്ഷമ ചോദിച്ച സംവിധായകൻ ഷൈനിനെ വിലക്കി. ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിൽ പലരും കണ്ടതായും പരാതിയിലുണ്ട്. നിലവിലെ സിനിമകൾ തീർന്നാൽ നടനെ മാറ്റി നിർത്തണമെന്ന് വിൻസി ന്യൂസ് 18 പറഞ്ഞു. വിഷയത്തിൽ പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും വിൻസി. നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും, എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലീറ്റ്. എന്നാൽ സംഘടനകൾക്ക് നൽകിയ പരാതി പുറത്തു വന്നതിൽ വിൻസിക്ക് കടുത്ത അമർഷമുണ്ട്. പരാതി പുറത്തുവിട്ട് വിശ്വാസമില്ലായ്മയാണ് കാണിച്ചതെന്ന് വിൻസി പിന്നീട് പ്രതികരിച്ചു. സിനിമയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സമർപ്പിച്ച പരാതി എവിടെയാണ് പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ സിനിമയുടെ IC-യിലും അതുപോലെ തന്നെ ഫിലിം ചേംബർ തന്ന IC-യുടെ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദ സെയിം ടൈം ടു അമ്മ, ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത്. ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞിടത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തു വിട്ടതെങ്കിലും ഏറ്റവും വലിയ വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. വിൻസിയുടെ പരാതിയിൽ ഇടപെട്ട താരസംഘടനയായ അമ്മ പരാതി അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചു. സനയു മോഹൻ, അൻസിബ ഹസൻ, വിനു മോഹൻ എന്നിവരാണ്
സമിതി അംഗങ്ങൾ. ഷൈൻ ടോമിന്റെ വിശദീകരണം കേട്ട ശേഷമാകും നടപടി. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ കേൾക്കുന്നതായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും നമ്മൾ വിവരങ്ങൾ തേടണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെയാണ് പരാതി ലഭിച്ചത്. അപ്പൊ ആ പരാതി ലഭിച്ചതിന് പ്രകാരം നമ്മൾ വ്യക്തമായിട്ട് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്, ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ അടുത്ത് നമ്മൾ അതിന് വ്യക്തമായ കാരണം തേടിയിട്ടുണ്ട്. അപ്പൊ വ്യക്തമായിട്ടുള്ള റീസൺ നമുക്ക് അറിയുകയും വേണം. വിൻസിയുടെ വെളിപ്പെടുത്തലിൽ എക്സൈസ് വിവരങ്ങൾ തേടും. വെളിപ്പെടുത്തലോടെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വീണ്ടും ചർച്ചയാവുകയാണ്. ന്യൂസ് 18 കൊച്ചി. നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ലഹരി ആരോപണവുമായി നിർമ്മാതാവ് രംഗത്ത്. നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് നിർമ്മാതാവ് ഹസീബ് മലബാർ ആരോപിക്കുന്നത്. നടൻ സ്ഥിരമായി സെറ്റിൽ വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയെന്നും ഹസീബ് മലബാർ പറഞ്ഞു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ അന്വേഷണത്തിന് പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. ശ്രീനാഥ് ഭാസി അഭിനയിച്ച നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാർ നടനെതിരെ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. കോഴിക്കോട് സെറ്റിൽ വെച്ച് പുലർച്ചെ 3 മണിക്ക് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെടുമായിരുന്നുവെന്ന് ഹസീബ് പറയുന്നു. 5 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ശ്രീനാഥ് ഭാസി തിരികെ വന്നത് 58 ദിവസം കഴിഞ്ഞെന്ന് നിർമ്മാതാവ് പറയുന്നു. നടൻ സ്ഥിരമായി എത്താത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും നീണ്ടുപോയി. കനത്ത സാമ്പത്തിക നഷ്ടവും നേരിട്ടു. ലഹരി വലിയ പ്രശ്നമാണ് സെറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്റെ ഷൂട്ട് സമയത്ത് നടന്നിട്ടില്ല, ഇവനൊരു സമയത്ത് കിട്ടിയിട്ടില്ല, ഇവൻ പറഞ്ഞ ഒന്നും അനുസരിക്കുകയില്ല. ഒരു 30-35 ദിവസം കൊണ്ട് തീരേണ്ട ഷൂട്ട് ഏകദേശം 4 മാസം, ഒരു 110 ദിവസം എടുത്തുകൊണ്ടാണ് തീർന്നത്. ഒരു ദിവസം രാത്രി ഞാൻ അവിടെ ലൊക്കേഷനിൽ വീട്ടിലിറങ്ങുന്ന സമയത്ത് എനിക്ക് രാത്രി ഒരു 3 മണിയായപ്പം ബാസിയല്ല കേട്ടോ വിളിച്ചത്, എന്റെ പയ്യൻ അവിടെ ഉണ്ട്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അവന് ഇങ്ങനെ സാധനം വേണമെന്നാ പറയണത്, എവിടെന്നെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പുകവലിക്കാനുള്ള സാധനമാണ്, കഞ്ചാവ് തന്നെ, വേറെ ഒന്നുമല്ല. അവനെ മുഷിപ്പിച്ച അവൻ നാളെ ലൊക്കേഷനിൽ വരില്ല. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 30 മിനിറ്റോ 40 മിനിറ്റ് കഴിഞ്ഞ് നീ തിരിച്ച് അവനെ തന്നെ വിളിക്കുക, ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി ആരും ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് സന്തോഷിപ്പിച്ചെന്ന് ഇരുത്തേക്കാൻ പറഞ്ഞു. ശ്രീനാഥ് ഭാസിക്കെതിരെ ഉയർന്ന ലഹരി കേസുകൾക്കൊപ്പം നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ യുവനടന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ലഹരി കഥകൾ ഇനിയും പുറത്തു വന്നേക്കും. ന്യൂസ് 18 ഇടുക്കി. ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും സംശയ നിഴലിലാക്കിയ കേസായിരുന്നു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ഈ കേസിൽ മുഖ്യ കണ്ണി സുൽത്താൻ അക്ബർ അലിക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു എന്നുള്ളതാണ്. ഇയാൾ നിരവധി ആളുകളെ കള്ളക്കടത്ത് കാരിയർമാരാക്കിയതായിട്ടാണ് കണ്ടെത്തൽ. 100ഓളം കാരിയർമാരുടെ പേര് വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു. കേസിലെ പ്രതികളായ സുൽത്താനെയും ഭാര്യ തസ്ലിമ സുൽത്താനെയും കൂട്ടാളി ഫിറോസിനെയും തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ ലഭിക്കും. അതിനുശേഷം ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും നോട്ടീസ് അയക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യ കണ്ണി സുൽത്താൻ അക്ബർ അലിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് കള്ളക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചത്. നിരവധി ആളുകളെ ഇയാൾ കാരിയർമാരാക്കി എന്നാണ് കണ്ടെത്തൽ. 100ഓളം പേരുടെ ഫോട്ടോയും പാസ്പോർട്ട് വിവരങ്ങളും പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തി. കാരിയർമാർ വഴിയാണ് സുൽത്താൻ മാരക ലഹരി മരുന്നുകളും സ്വർണവും ഇന്ത്യയിലെത്തിച്ചത്. എന്നാൽ കോടികളുടെ ലഹരി കച്ചവടം നടത്തുന്ന ഇവരുടെ പേരിൽ സ്വന്തമായി സ്വത്തുക്കളോ ബാങ്ക് അക്കൗണ്ടുകളോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നത് അന്വേഷണ സംഘത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. സുൽത്താനെയും ഭാര്യ തസ്ലീമ സുൽത്താനെയും കൂട്ടാളി ഫിറോസിനെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം. പ്രതികളെ തിങ്കളാഴ്ച എക്സൈസിന് കസ്റ്റഡിയിൽ ലഭിക്കും. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്.
കസ്റ്റഡിയിലെത്തും മുൻപേ പ്രതികൾക്കെതിരായ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തസ്ലീമയുടെ സിനിമാ മേഖലയിലെ ബന്ധങ്ങൾ സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. ശ്രീനാഥ് ഭാസിയുമായും ഷൈൻ ടോം ചാക്കോയുമായും ലഹരിയുടെ ഇടപാടുണ്ടെന്ന് തസ്ലീമ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ ചാറ്റ് വിവരങ്ങളടക്കം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം പ്രതികളിൽ നിന്ന് ചോദിച്ചറിയും. ഷൈൻ ടോം ചാക്കോയേക്കാൾ കൂടുതൽ ലഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ ശ്രീനാഥ് ഭാസിയുമായി തസ്ലീമയ്ക്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആലപ്പുഴയിൽ ഇവർ ആർക്ക് ലഹരിമരുന്ന് നൽകാൻ എത്തിയതാണ് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ എക്സൈസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ 2 പെൺമക്കളെയും കൂട്ടി ജീവനൊടുക്കിയത് കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ്. അതിഗുരുതരമായ ഗാർഹിക പീഡനമാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ആരോപണമാണ് പുറത്തുവരുന്നത്. മകൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഭർതൃഗൃഹത്തിലെ ക്രൂര പീഡനം കൊണ്ടാണെന്ന് പിതാവ് തോമസ് ആരോപിച്ചു. ഭർത്താവ് ജിമ്മി മകളെ മർദ്ദിച്ചിട്ടുണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിക്കെതിരെയും ഭർതൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ജിസ്മോളുടെ കുടുംബം ഉയർത്തുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും യുവതിയുടെ കുടുംബം പറയുന്നു. വിവാഹം കഴിഞ്ഞ് മാസം 2 തികയുമ്പോൾ മുതൽ ക്രൂരമായ പീഡനമാണ് ജിസ്മോൾ നേരിടേണ്ടി വന്നത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത്. പണത്തിന്റെ പേരിലായിരുന്നു നിരന്തരം ക്രൂരത കാട്ടിയിരുന്നത്. നേരത്തെ മർദ്ദനവും ഉണ്ടായിട്ടുണ്ട്. മർദ്ദിച്ച പാട് മുമ്പ് ശരീരത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പിതാവ് വെളിപ്പെടുത്തി. മകൾ ആത്മഹത്യ ചെയ്യില്ല, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിതാവ് തോമസ് പറഞ്ഞു. ഞാൻ UK വിളിച്ചവളെ, അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവള് കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടായി എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് കടി പറയാഞ്ഞ് പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്നറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. ജിസ്മോളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരിയും ഭർത്തൃമാതാവും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സഹോദരൻ ജിറ്റു പി തോമസ് ആരോപിച്ചു. ഭർത്താവ് ജിമ്മിയും പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു. മരണത്തിന് തലേ ദിവസം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തണം. ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. മരണവിവരം അറിഞ്ഞ് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് തോമസും മകനും മാധ്യമങ്ങളെ കണ്ടത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ. വിവാഹം കഴിഞ്ഞ് 7 വർഷമാകാത്ത സാഹചര്യത്തിൽ ഭർത്താവ് ജിമ്മിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനാണ് സാധ്യത. ചൊവ്വാഴ്ചയാണ് ജിസ്മോളും 2 മക്കളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ വീട്ടിൽ വെച്ച് പലതവണ ജീവനെടുക്കാൻ ശ്രമിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായ ജിസ്മോൾ പാലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടക്കുമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. 2 ഇടങ്ങളിലായി ട്രാക്കിന് സമീപം തീയിട്ട ശേഷം പാളത്തിൽ കരിങ്കല്ലുകളും മരത്തടികളും നിരത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലായിട്ടുണ്ട്. മുമ്പും സമാനമായ കേസിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ഇടങ്ങളിലാണ് ട്രെയിൻ അട്ടിമറി ശ്രമം ഉണ്ടായത്. റെയിൽവേ ട്രാക്കിന് സമീപം തീയിട്ടും പാളത്തിൽ കരിങ്കല്ലും മരത്തടികളും പാകിയാണ് അട്ടിമറി ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സ്വദേശി ജിജോ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലായ യുവാവ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ട്രാക്കിലൂടെ നടന്ന് കളനാട് റെയിൽവേ തുരങ്കത്തിലെത്തി. ഇരുട്ടുമൂടിയ തുരങ്കം കടക്കാൻ ഓലച്ചൂട്ട് കെട്ടി കത്തിച്ചു. പിന്നീട് തുരങ്കം കടന്ന ഉടൻ ചൂട്ട് റെയിൽവേ ട്രാക്കിന് സമീപത്തെറിഞ്ഞു. ഇത് പരിസരത്തെ പുല്ലിനും മറ്റും തീ പടർത്തി. വിവരമറിഞ്ഞെത്തിയ പോലീസാണ് തീ അണച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രാക്കിൽ കരിങ്കല്ല് നിരത്തി വെച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനിടെയാണ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന് സമീപം ചിറമ്മലിൽ റെയിൽ പാളത്തിൽ മരത്തടി കയറ്റി വെച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതുവഴി കടന്നുപോയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം പോലീസിനെ അറിയിച്ചത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. പിടികൂടിയ പ്രതി നേരത്തെയും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതായും അടുത്തിടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ കല്ലുകൾ നിരത്തി വെച്ചതായും കണ്ടെത്തി. മാനസിക അസ്വാസ്ഥ്യമുള്ളതിനാൽ അന്ന് കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു. ജില്ലയുടെ പല ഭാഗങ്ങളിലും നേരത്തെ ട്രെയിൻ അട്ടിമറി ശ്രമം ഉണ്ടായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ വിഷുദിനം വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണം മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രനാണ് എറണാകുളത്ത് നിന്നും പിടിയിലായത്. മോഷണം പോയ കിരീടം പിടിയിലാകുമ്പോൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഓഹരി വിപണിയിൽ നഷ്ടമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇയാൾ മോഷണം നടത്തിയത്. രാമചന്ദ്രൻ വേറെയും തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 13-ന് രാവിലെ 5 മണിക്കാണ് ദേവസ്വം ഓഫീസിലെ ലോക്കറിൽ നിന്നും കീഴ്ശാന്തിയായ രാമചന്ദ്രൻ ഓട്ടിക്ക് വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കൈമാറിയത്. ഉച്ചപൂജയ്ക്ക് ശേഷം തിരികെ ആഭരണങ്ങൾ ഓഫീസിലെത്തിക്കുന്നതാണ് രീതി. എന്നാൽ വിഗ്രഹത്തിൽ നിന്ന് ഊരിമാറ്റിയ ആഭരണങ്ങൾ വിഷുദിനം ഉച്ചയ്ക്ക് ശേഷം തിരികെ ലോക്കറിലെത്തിയില്ല. ഒപ്പം കീഴ്ശാന്തിയായ രാമചന്ദ്രനെ കാണാതായി. മറ്റെവിടെയെങ്കിലും ഇയാൾ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ക്ഷേത്രം ഭാരവാഹികൾ പലതവണ ഫോണിൽ വിളിച്ചു. എന്നാൽ പ്രതികരണമുണ്ടായില്ല. വൈകിട്ടോടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. തുടർന്ന് രാത്രി 9 മണിയോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ അരൂർ പോലീസിൽ പരാതി നൽകിയത്. രാമചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇയാൾ എറണാകുളത്ത് നിന്ന് പിടിയിലാകുന്നത്. എറണാകുളത്തെ വിവിധ ബാങ്കുകളിലായി മോഷ്ടിച്ച സ്വർണം പണയം വെച്ചു. എറണാകുളം ഗ്രൗണ്ടിൽ ഭക്ഷണശേഷം വിശ്രമിക്കുന്നതിനിടയിൽ അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ KJ പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു. അബ്സ്കോണ്ടിങ്ങായി പോയി. അതിനുശേഷം പിന്നെ നമ്മൾ പോലീസിന്റെ 3 വിഭാഗമായിട്ട് 3 ടീം സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒരു ടീം കൊല്ലം പോയി, വേറൊരു ടീം എറണാകുളം മൊത്തം കേന്ദ്രീകരിച്ച് വർക്ക് നടത്തി, ബാക്കി ഒരു ടീം ടെക്നിക്കൽ ടീമാണ്. ആ ടെക്നിക്കൽ ടീമാണ് സൈമൾട്ടേനിയസ്ലി സെയിം ടൈമിൽ തന്നെ ഈ ബാങ്കുകളും മറ്റുമൊക്കെ അന്വേഷിച്ച് അതിൻ്റെ മറ്റു വിവരങ്ങൾ എടുത്തായിരുന്നു. അപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ ടീമിന്റെ സപ്പോർട്ടും സൈബർ സെൽ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് ആളെ കസ്റ്റഡിയിൽ കണ്ടെത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസുകൾ പ്രതിയാണ് രാമചന്ദ്രൻ എന്ന് പോലീസ് പറയുന്നു. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്തിരുന്ന ഇയാൾ പണം നഷ്ടമായതോടെയാണ് മോഷണത്തിലേക്ക് ഇറങ്ങിയത്. അവിവാഹിതനാണ്. ചെല്ലാനം വൈഷ്ണവ ക്ഷേത്രത്തിലെ പൂജാരിയായ രാമചന്ദ്രൻ പകരക്കാരനായാണ് 4 മാസം മുമ്പ് എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ എത്തുന്നത്. മോഷ്ടിച്ച ആഭരണങ്ങൾക്ക് 14 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. രാമചന്ദ്രൻ ഓട്ടി ഇയാളുടെ കൊല്ലത്തെ വീട്ടിലെത്തിയിട്ടില്ലായിരുന്നുവെന്ന് പോലീസ് നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് പ്രതി വലയിലായത്. ന്യൂസ് 18 ആലപ്പുഴ. ഷൊർണൂർ ഗണേശഗിരി സ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകളും ചാർജറും DVR മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. കോട്ടയം വൈക്കം വടക്കുമുറി ഷജാസ് ഭവനിൽ ഷിജാസ് ആണ് പിടിയിലായത്. ഇതിനു പുറമെ 16 കേസുകൾ ഷിജാസിന്റെ പേരിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഫെബ്രുവരി 21 രാത്രിയാണ് ഗണേശഗിരി സ്കൂളിന്റെ പൂട്ട് തകർത്ത് 6 ലക്ഷം രൂപ വില വരുന്ന 14 ലാപ്ടോപ്പുകളും ചാർജറും DVRും മോഷ്ടിച്ചത്. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് ഷൊർണൂർ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു.
സമീപത്തെ CCTV ക്യാമറ ദൃശ്യങ്ങളും സമാന മോഷണ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം പുറത്തിറങ്ങിയവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. കോട്ടയം വൈക്കം വടക്കുമുറി ഷജാസ് ഭവനിൽ ഷിജാസ് ആണ് പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ വർഷം ഡിസംബർ 24 നടന്ന സമാന കേസിൽ കാക്കനാട് ജയിലിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളാണെന്നും പോലീസ് കണ്ടെത്തി. പോലീസിന്റെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങളിൽ സാദൃശ്യം തോന്നിയ 3 പേരിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത്. മോഷണ വസ്തുക്കൾ കളമശ്ശേരി HMT കവലയിൽ പൂട്ടിക്കിടക്കുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് 1.5 മാസത്തോളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരനെന്ന വ്യാജേന കിടന്നു. പിന്നീട് അതിരമ്പുഴയിലെത്തിയ പ്രതി അവിടെ കുട്ടികളുടെ ആശുപത്രിയിൽ താമസിക്കുമ്പോഴാണ് പിടിയിലായത്. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ 16 കേസുകൾ ഷിജാസിന്റെ പേരിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷിജാസിന്റെ നീക്കങ്ങൾ നമ്മൾ പരിശോധിക്കുകയും ഷിജാസിന്റെ ഒളിവിടങ്ങൾ മനസ്സിലാക്കുകയും ആയതുപ്രകാരം ഷിജാസിനെ കോട്ടയം ജില്ലയിലെ പെരുവന്താനം മെഡിക്കൽ കോളേജിൽ അതിരമ്പുഴ പെരുവന്താനം മെഡിക്കൽ കോളേജിലെ ബൈസ്റ്റാൻഡേഴ്സ് കിടക്കുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ ഇയാൾ നമ്മൾക്ക് കുറ്റം സമ്മതിക്കുകയുണ്ടായി. പ്രതി ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമാണ് മോഷ്ടിക്കുകയെന്നും ആദ്യം CCTVയുടെ DVR എടുത്തു മാറ്റുകയാണ് മോഷണ രീതിയെന്നും പോലീസ് വ്യക്തമാക്കി. കളമശ്ശേരിയിൽ നടത്തിയ തെളിവെടുപ്പിൽ ലാപ്ടോപ്പുകളും ചാർജറുകളും DVRും കണ്ടെടുത്തു. പ്രതിയെ ഗണേശഗിരി സ്കൂളിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കുലുക്കല്ലൂർ വണ്ടുംതറയിൽ വീട് കുത്തി തുറന്ന് 7 പവൻ സ്വർണ്ണാഭരണവും 2.5 ലക്ഷം രൂപയും മോഷ്ടിച്ചു. വണ്ടുംതറ ചെമ്പോട്ടുതൊടി ഹംസയുടെ വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. വണ്ടുംതറ ചെമ്പോട്ടുതൊടി ഹംസയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ഹംസയുടെ മാതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പിൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടിച്ചത്. വീട്ടില് ആളില്ലാത്തൊരു ദിവസമായി എന്നുള്ളത് എങ്ങനെ പുറത്തറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കളവ് നടന്നാണ്. അപ്പൊ അവര് രാത്രി നമ്മള് ഉമ്മ ഹോസ്പിറ്റലാവുക കാരണം അഡ്മിറ്റാവുക കാരണം ഹോസ്പിറ്റലായിരുന്നു. അത് എങ്ങനെ അവർ മണത്തറിഞ്ഞിട്ടാണ് രാത്രി വന്നിട്ട് വീട് കുത്തി തുറന്ന് വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് കാശും പോയിട്ടുണ്ട്. 7 പവൻ സ്വർണ്ണാഭരണവും 2.5 ലക്ഷം രൂപയും മോഷണം പോയതായി പരാതിയിൽ പറയുന്നു. ഹംസയുടെ പരാതിയിൽ കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 പട്ടാമ്പി. എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് കാണാതായ മകനായി കാത്തിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ദമ്പതിമാർ. 23 വയസ്സുകാരനായ കൈലാഷ് കുമാറിനെയാണ് വിഷുദിനത്തിൽ കാണാതായത്. സംഭവത്തിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാനസിക ബുദ്ധിമുട്ടുള്ള മകൻ കൈലാഷിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയ്ക്കായാണ് ഇക്കഴിഞ്ഞ 11-ാം തീയതി തമിഴ്നാട് കാരേക്കുടി സ്വദേശികളായ കുടുംബം കേരളത്തിലെത്തിയത്. 14-ന് വിഷുദിനത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കിടയിൽ രാവിലെ 9 മണിയോടെയാണ് മകനെ കാണാതാകുന്നത്. பையனுக்கு உடம்பு சரியில்லை, சாமி கும்பிட்றதுக்காண்டி தான் வந்தோம் கேரளாவுக்கு. வந்த இடத்துல ஃபுல்லாக காணாமல் போயிட்டான். காணாமல் போனோன்னு அன்றைக்கி வருஷப்பரப்புங்கிறேன்னு அதிகமான கூட்டம் ஃபுல்லாக சுற்றி வந்து சாமி கும்பிட்டுட்டு தான் இருந்தான். 8:15 காணும், காலையில் 8:15 பிள்ளையை காணும். நாங்கள் ஒரு 50 கிலோமீட்டர் தூரத்தில் ஆட்டோ எடுத்துகிட்டு எல்லா ஏரியாவுமே தேடி கவர் பண்ணிட்டோம். எந்தாவது அங்கே ஏரியா ஃபுல்லாக சந்தாக இருக்கிறதுனால எங்களால் கண்டுபிடிக்க முடியல. இப்போ நாங்கள் பிள்ளை இல்லாமல் எப்படி நாங்கள் தமிழ்நாடு போக முடியும்? யாராவது ஒருத்த மூலமாக பிள்ளை கிடைச்சானா கூட எங்களுக்கு தகவல் சொல்லுங்கள், எங்களோட நம்பர் எடுத்துக்கோங்க. என் பிள்ளை இல்லாமல் நாங்கள் போக முடியாது. யாராவது ஒருத்தர். കാണാതാകുന്ന സമയത്ത് കൈലാഷിന്റെ കൈവശം പണമോ മൊബൈൽ ഫോണോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മകൻ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നോർത്ത് മാതാപിതാക്കൾ ആശങ്കയിലാണ്.
സംഭവത്തിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതി ആലുവ റൂറൽ എസ്.പിക്കും കൈമാറി. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണമുയർത്തിയ രാഷ്ട്രീയ വിവാദം ചെറുതല്ല. ഈ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. എല്ലാ കേസുകളും CBIക്ക് വിടേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആത്മഹത്യാ പ്രേരണാകുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, K. വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി തള്ളിയത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നായിരുന്നു മഞ്ജുഷ ഹർജിയിൽ പറഞ്ഞിരുന്നത്. എല്ലാ കേസുകളും CBIക്ക് വിടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേസിൽ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിട്ടുണ്ട്. ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. പിന്നാലെയാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. മഞ്ജുഷയ്ക്ക് വേണ്ടി അഭിഭാഷകരായ സുനിൽ ഫെർണാണ്ടസും MR രമേശ് ബാബുവുമാണ് ഹാജരായത്. ന്യൂസ് 18 ഡൽഹി. ലഹരി വിൽപ്പനയിൽ സ്ത്രീകളും ഇപ്പോൾ സജീവമാണ്. സമീപകാലത്ത് നിരവധി പേരെയാണ് ലഹരി വസ്തുക്കളുമായി പിടികൂടിയിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി ഒരു സ്ത്രീയെ ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പിടികൂടി. വെസ്റ്റ് ഹിൽ കോനാട് ബീച്ച് സ്വദേശിനി കമറൂനിസയാണ് പിടികൂടിയത്. ഇവർ നേരത്തെയും ലഹരി കേസിൽ പ്രതിയായിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ സാധാരണ യാത്രക്കാരിയായിരുന്നു കോനാട്ട് ബീച്ച് സ്വദേശിനിയായ കമറുന്നീസ. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ബാഗുമായി നടന്നു പോകുന്നതിനിടെ പോലീസിനെ കണ്ടതോടെ മുഖത്ത് പരിഭ്രാന്തി ദൃശ്യമായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോളിൽ തൂക്കിയ ബാഗിൽ നിന്നും 4 കിലോ 331 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിൻ മാർഗം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവ്. കമറുന്നീസ ഏറെക്കാലമായി ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ജില്ലയിലെ പല ഭാഗങ്ങളിലുമായി വീടുകൾ വാടകയ്ക്കെടുത്താണ് ഇവർ ലഹരി കച്ചവടം നടത്തിയിരുന്നത്. കഞ്ചാവും ബ്രൌൺ ഷുഗറും പിടികൂടിയതിന് ഇവർക്കെതിരെ കുന്നമംഗലം സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. ഈ കേസിൽ കമറുന്നീസ 5 വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തുച്ഛമായ തുകയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ വൻ തുകയ്ക്ക് വിൽപ്പന നടത്തിവന്ന 2 പേർ കൊല്ലത്ത് പോലീസിന്റെ പിടിയിലായി. കുണ്ടറ, പടപ്പക്കര സ്വദേശികളായിട്ടുള്ള അനിൽ, ലിജു എന്നിവരാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 6 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഡാൻസ് ഓഫ് സംഘം പ്രതികളെ പിടിച്ചത്. പിടിയിലായ കുണ്ടറ, പടപ്പക്കര സ്വദേശികളായ അനിൽ, ലിജു എന്നിവർ കഞ്ചാവിന്റെ മൊത്ത കച്ചവടക്കാരാണെന്ന് പോലീസ് പറയുന്നു. ആന്ധ്രയിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. 3 പൊതികളായി 6 കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കൊല്ലം ഈസ്റ്റ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. 25,000 രൂപയ്ക്ക് ആന്ധ്രയിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് കേരളത്തിലെത്തിച്ച് ചെറുപൊതികളാക്കി 3 ലക്ഷം രൂപ ലാഭത്തിലാണ് വിറ്റഴിച്ചിരിക്കുന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കുണ്ടറ, കേരളപുരം, കരിങ്കോട് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രധാനമായും കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത്. പിടിയിലായ അനിൽ ആന്ധ്രയിൽ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം സിറ്റി പോലീസും ഡാൻസ് ഓഫ് ടീമും ഈസ്റ്റ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.
പുനലൂരിൽ MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. വാളക്കോട് പ്ലാച്ചേരി സ്വദേശി സായുഷ് ദേവ്, മണിയാർ സ്വദേശി സുമേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMA-യാണ് കണ്ടെടുത്തത്. കൊല്ലം റൂറൽ SP KM സാബു മാത്യുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീമും പുനലൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. പുനലൂർ വാളക്കോട് പ്ലാച്ചേരി സ്വദേശി 24-കാരനായ സായുഷ് ദേവ്, മണിയാർ പരവട്ടം സ്വദേശി 24-കാരനായ സുമേഷ് എന്നിവരെയാണ് പിടിച്ചത്. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMA കണ്ടെടുത്തു. കുറച്ചു നാളുകളായി ഇവരെ നിരീക്ഷിച്ചു വന്നിരുന്ന ഡാൻസ് ഓഫ് അംഗങ്ങൾ പുലർച്ചെ 2 മണിയോടെയാണ് പുനലൂരിൽ നിന്ന് ഇവരെ പിടികൂടിയത്. തൊളിക്കോട് നിന്ന് പരവട്ടത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്നു പ്രതികൾ. പരവട്ടം മുഖത്തല ജംഗ്ഷനിൽ വാഹനം പോലീസ് തടഞ്ഞു. പ്രതികളുടെ ട്രാക്ക് സ്യൂട്ടിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്ലാസ്റ്റിക് പാക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെടുത്തത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പുനലൂർ. കുറ്റകൃത്യങ്ങളുടെ ലോകത്തുള്ള ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. മുംബൈയിൽ ഇഡിക്കെതിരായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ നേതാക്കളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പാലക്കാട് ചാലിശ്ശേരിയിൽ വധഭീഷണി മുഴക്കി ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. മുഹമ്മദ് അലി എന്ന അക്കൗണ്ടിലൂടെ പോസ്റ്റിട്ടയാൾക്കെതിരെയാണ് ചാലിശ്ശേരി പോലീസ് കേസെടുത്തത്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ മകളുടെ പ്രതിശ്രുത വരനോടൊപ്പം ഒളിച്ചോടിയ യുവതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സപ്ന എന്ന യുവതിയാണ് രാഹുൽ എന്ന യുവാവിനൊപ്പം സ്റ്റേഷനിലെത്തിയത്. ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെയാണ് ഒളിച്ചോട്ടമെന്നാണ് യുവതിയുടെ മൊഴി. ക്രമസമാധാന പാലനത്തിനിടെ പോലീസ് നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. പാലക്കാടും ആലപ്പുഴ കായംകുളത്തും SI-മാർക്ക് നേരെ ആക്രമണമുണ്ടായി. പാലക്കാട് മാത്തൂരിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ കുഴൽമന്ദം SI സുരേഷിനാണ് പരിക്കേറ്റത്. മാത്തൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. കേസിൽ 5 പേർ പിടിയിലായിട്ടുണ്ട്. കായംകുളം കുറത്തിക്കാട് SI ഉദയകുമാറിനെതിരെയാണ് പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോൾ ആക്രമണമുണ്ടായത്. കൈക്ക് പരിക്കേറ്റ ഇദ്ദേഹം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. നിരവധി കേസുകളിലെ പ്രതിയായ നന്ദുവിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ ആക്രമണം. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥൻ അരുൺ, വിഷ്ണു എന്നിവരും ആക്രമണത്തിൽ പങ്കാളികളായതായി പോലീസ് പറയുന്നു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.